കാനത്തൂരപ്പൻ്റെ അനുഗ്രഹ വർഷം ചൊരിഞ്ഞ ഋഗ്വേദ ലക്ഷാർച്ചനയ്ക്ക് ഭക്തിസാന്ദ്രമായ പരിസമാപ്തി. പള്ളിക്കുന്ന് കാനത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കഴിഞ്ഞ ജനുവരി 19 തുടങ്ങിയ ഋഗ്വേദ ലക്ഷാർച്ചന 26 തിങ്കളാഴ്ച മഹാകലശാഭിഷേകത്തോടും കളഭാഭിഷേകത്തോടും കൂടിയാണ് സമാപിച്ചത്. എട്ട് ദിവസങ്ങളിലായി നടന്ന ചടങ്ങുകളിൽ ആയിരങ്ങളാണ് പങ്കാളികളായത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാട്ടുമാടം ഇളയിടത്ത് ഈശാനൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബ്രഹ്മശ്രീ ആലമ്പാടി പത്മനാഭ പട്ടേരിയാണ് ആദ്യ ദിവസത്തെ ഋഗ്വേദ ലക്ഷാർച്ചനയ്ക്ക് കാർമ്മികത്വം വഹിച്ചത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇരുവേശി പുടയൂർ ജയരാമൻ നമ്പൂതിരിപ്പാട്, ബ്രഹ്മശ്രീ ശ്രീധരൻ വാരിക്കാട്, ഇരുവൽ വാസുദേവൻ വാഴുന്നവർ, നടുവത്ത് പുടയൂർ അക്ഷയകൃഷ്ണൻ നമ്പൂതിരിപ്പാട്, പുടയൂർ അനിയൻ നമ്പൂതിരിപ്പാട്, നീലമന രഞ്ജിത്ത് നരസിംഹൻ, ആലമ്പാടി മാധവ പട്ടേരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. കാനത്തൂരമ്പലനടയിൽ തൊഴുതു ഞാൻ നിൽക്കുമ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിന്നലയൊലികൾ ദേവാശംഖനാദത്തിൻ പ്രതിധ്വനികൾ. ദിവസവും നവകാഭിഷേകം, വാരമിരിക്കൽ ചടങ്ങ്, ബ്രഹ്മാഭിഷേകം, വിശേഷാൽ നിറമാല തുടങ്ങിയവ നടന്നു. ഞായറാഴ്ച ഋഗ്വേദ ലക്ഷാർച്ചനയിലെ അതിവിശിഷ്ടമായ ചടങ്ങായ ഗജപൂജ നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാട്ടുമാടം ഇളയിടത്ത് ഈശാനൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. ഗജകേസരി ഗുരുവായൂർ ദേവസ്വത്തിലെ ചെന്താമരാക്ഷനെ ഗജാലങ്കാരത്തോടെ പൂജ ചെയ്തു. ആനകളെ ദൈവത്തിൻ്റെ പ്രതിരൂപമായി കണ്ട് നടത്തുന്ന വിശേഷാൽ പൂജയാണ് ഗജപൂജ. ഗണപതി ഭഗവാന്റെ പ്രീതിക്കായി നടത്തുന്ന ഗജപൂജയിൽ ആനയെ കുളിപ്പിച്ച് അണിയിച്ചൊരുക്കി പൂജാരി മന്ത്രങ്ങളോടെ പൂജ ചെയ്യുന്നു. ആനയെ ഗണപതിയായി സങ്കല്പിച്ചാണ് പൂജ. വൈകുണ്ഠേശ്വര ശ്രീ മഹാവിഷ്ണുവേ, കാലമാം പടി കടന്നോ ഞാൻ വരുമ്പോൾ. വൈകുണ്ഠേശ്വര ശ്രീ മഹാവിഷ്ണുവേ. ആനയ്ക്ക് പ്രിയപ്പെട്ട ഭക്ഷണങ്ങൾ നൽകുന്നതാണ് പിന്നീടുള്ള ചടങ്ങ്. ഗജരാജ പ്രീതിയിലൂടെ വിഘ്നങ്ങൾ മാറുകയും ഐശ്വര്യം ഉണ്ടാവുകയും ചെയ്യും എന്നാണ് വിശ്വാസം. തുളസിക്കതിരും കാനത്തൂരമ്പലനടയിൽ തൊഴുതു ഞാൻ നിൽക്കുമ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിൻ നലയൊലികൾ ദേവാശങ്കനാ. ഗജപൂജയ്ക്ക് ശേഷം അഗ്നിഹോത്രിക്ക് വച്ചു നമസ്കാരം നടന്നു.
തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. എല്ലാ ദിവസവും വിവിധ സാംസ്കാരിക പരിപാടികൾ ഒരുക്കിയിരുന്നു. സമാപന ദിവസമായ തിങ്കളാഴ്ച രാവിലെ ലക്ഷാർച്ചനയിലെ മന്ത്രോച്ചാരണങ്ങൾ സമാപിച്ചു. തുടർന്ന് ബ്രഹ്മകലശപൂജ നടന്നു. ക്ഷേത്രം തന്ത്രി കാട്ടുമാടം ഇളയടത്ത് ഈശാനൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ വാദ്യമേളങ്ങളോടെ കലശം എഴുന്നള്ളത്ത് ക്ഷേത്ര പ്രദക്ഷിണത്തിന് ശേഷം ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. ആദിനാരായണ വിഗ്രഹത്തിൽ ബ്രഹ്മകലശാഭിഷേകം ആടി. തുടർന്ന് അലങ്കാര പൂജ നടന്നു. 336 താമരപ്പൂക്കൾ കൊണ്ട് ഭഗവാനെ അലങ്കരിച്ചുകൊണ്ടാണ് അലങ്കാര പൂജ നടന്നത്. തുടർന്ന് ആചാര്യന്മാർക്ക് ദക്ഷിണ നൽകി. ഋഗ്വേദ ലക്ഷാർച്ചന വിഘ്നം കൂടാതെ പരിസമാപ്തിയായതിൽ ആചാര്യന്മാർ പ്രണാമം അർപ്പിച്ചു. ഇത്രയും ജനകീയമായിട്ട് ഇത്രയും ആളുകളുടെ പങ്കാളിത്തത്തോടുകൂടി ഉള്ള ലക്ഷാർച്ചനയും ഇപ്പോൾ അടുത്ത കാലത്തൊന്നും കണ്ടെത്തില്ല, എവിടെയെങ്കിലും ഉണ്ടായിട്ടെന്ന് അറിയില്ല. ഇത്രയും പൊതുജന പങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള ഒരു ലക്ഷാർച്ചന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യമാണെന്ന് തന്നെ പറയാം. എന്നാൽ സാധാരണയൊക്കെ ആളുകളുടെ തിരക്കും ഒക്കെ കൂടുന്ന സമയത്ത് പല ബുദ്ധിമുട്ടുകളും ഈ പൂജാതി കർമ്മങ്ങൾക്കൊക്കെ സമയം വൈകുക അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഒക്കെ വരാറുണ്ട്. പക്ഷെ ആ തരത്തിലുള്ള യാതൊരു ബുദ്ധിമുട്ടും ഇവിടെ ഉണ്ടായിട്ടില്ല. ഞങ്ങളെല്ലാവരും വളരെ സന്തോഷവാന്മാരാണ്. നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഈശ്വരന്റെ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ബൈജു മുഖ്യാതിഥിയായിരുന്നു. ഒരു വർഷം മുമ്പേ തന്നെ ഇതിനുവേണ്ടി പല തരത്തിലുള്ള സമ്മർദ്ദങ്ങളും പരാതികളൊക്കെ വന്നു. ഇപ്പോഴാണ് അതിൻ്റെ സമയമായെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ ഇത് പര്യവസാനിച്ചതായി ബഹുമാനപ്പെട്ട തന്ത്രി പറഞ്ഞുകൊണ്ട് ഏതായാലും നിങ്ങളെ കാണാനും ഈ ചടങ്ങ് പറയുന്നതനുസരിച്ച് വളരെ സന്തോഷം. എല്ലാവർക്കും ഭഗവാന്റെ നോക്കാം പ്രാർത്ഥിച്ചു. കാനത്തൂർ മഹാവിഷ്ണു ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ PK ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ഭക്തജനങ്ങൾക്ക് പ്രസാദം വിതരണം ചെയ്തു.
ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഋഗ്വേദ ലക്ഷാർച്ചനയ്ക്ക് എത്തിയ മുഴുവൻ ആളുകൾക്കും രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും പ്രസാദ ഭക്ഷണം ഒരുക്കിയിരുന്നു. കാനത്തൂരമ്പലനടയിൽ തൊഴുതു ഞാൻ നിൽക്കുമ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിൻ നലയൊലികൾ ദേവാശങ്കനാദത്തിൻ പ്രതിധ്വനികൾ. കാനത്തൂരമ്പലനടയിൽ തൊഴുതു ഞാൻ നിൽക്കുമ്പോൾ ഹരിനാരായണ ഹരിയോ ഹരിയോ ഹരിനാരായണ. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലാർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.